Dear students, welcome back to our online class. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. In today's class, we are going to unlock our first unit, Harmony of Marvels. Here, we have a short story, a robot with a virus. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹാർമണി ഓഫ് മാർവൽസ് എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ പേര് എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഡോർവേ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. അല്ലേ, ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് ഉണ്ട്. ഇതൊന്നാണ്. ഇവരെല്ലാം വ്യത്യസ്തപരമായിട്ടുള്ള ഡ്യൂട്ടീസാണ് ചെയ്യുന്നത് അല്ലേ. ചിലരെന്തൊക്കെ ചെടി നനയ്ക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലേ, തറ തുടയ്ക്കുന്നുണ്ട്, പിന്നെ വലിയ വലിയ വെയിറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, പൂക്കുന്നുണ്ട്. ഇത്തരം ജോലികളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒക്കെ ചിത്രം ഒന്ന് നോക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു 3-4 ചോദ്യങ്ങളുണ്ട് അല്ലേ. വാട്ട് ആർ സം കോമൺ ടാസ്ക്സ് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം അല്ലേ. അതായത് വാട്ട് ആർ സം കോമൺ ടാസ്ക്സ് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം. ഒരു റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമൺ ടാസ്ക്കുകൾ എന്തൊക്കെയാണ്? വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വെയിറ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും പറ്റും അല്ലേ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. ആൻഡ് അടുത്ത ചോദ്യം, ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഓർ കേട്ടിട്ടുണ്ടോ എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ്. അവിടെ ഹൗസ് ഹോൾഡ് ചോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് അല്ലേ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് അല്ലേ. മലയാളത്തിലെ ഒരു സിനിമയുണ്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതിൽ റോബോട്ടിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റോബോട്ട് ഏകദേശം എല്ലാ വീട്ടു ജോലികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ സിനിമകളിൽ മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങളിതിൽ എന്ത് ചെയ്യുക, എഴുതുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് സീൻ ഇറ്റ് അല്ലേ, ഓർ ഐ ഹാവ് ഹേർഡ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ് എന്ന് എഴുതാം. ഓക്കെ, ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ടു ഡു അല്ലേ. അതായത് നിങ്ങൾക്കൊരു റോബോട്ടിൻ്റെ സർവീസ് വീട്ടിൽ കിട്ടുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ അടുത്തൊരു റോബോട്ട് ഉണ്ട്, നിങ്ങൾ എന്താണ് അതിനെക്കൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടാസ്ക് കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹോം വർക്ക്സ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ റോബോട്ട്സിനെ കൊണ്ട് എന്ത് ചെയ്യാം, ചെയ്യിപ്പിക്കാം അല്ലേ. എന്ത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യിപ്പിക്കാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു അല്ലേ. അത് നിങ്ങൾ പറയുന്നതനുസരിച്ച് കേട്ടോ. ഇനി അടുത്തത്, ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് യന്ത്രോപകരണങ്ങളും ഡിവൈസസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ മിക്സി ഉപയോഗിക്കുന്നുണ്ട്, അത് യന്ത്രം വെച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ പല ഇലക്ട്രിക്കൽ ഡിവൈസസും, എക്സാമ്പിൾ മൊബൈൽ ഫോൺ, എയർപോഡ്, ഇനി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, എന്തും അല്ലേ. ഇതൊക്കെ എന്താണ് നമുക്ക് ഈ ഗാഡ്ജറ്റ്സിൽ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഇപ്പോൾ പുതിയ സ്മാർട്ട് ബൾബൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മോഷൻ സെൻസ് ചെയ്ത് കണ്ട് കത്തുന്ന ഇതെല്ലാം നമുക്കതിൽ എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഥയിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. എ റോബോട്ട് വിത്ത് എ വൈറസ്, പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എഴുതിയിട്ടുള്ള കഥയാണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് റോബോട്ട്. അപ്പോൾ ഈ കഥയിലൊരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു റോബോട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 പേരുമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കഥാപാത്രമായിട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, നമ്മുടെ ആ ബോയിയുടെ പേരാണ് റിക്കി എന്നാണ് ആ ബോയിയുടെ പേര്. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. എന്താണ് സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വെയിലുള്ള ഒരു രാവിലെ ദിവസം അല്ലേ. സണ്ണി മോർണിംഗ് ആണ്. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. അതായത് ഈ സൂര്യപ്രകാശം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തെരുവിലൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള, നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള, നല്ല സൂപ്പറായിട്ടുള്ള, നമ്മൾ പറയില്ല അല്ല, അടിപൊളിയായിട്ടുള്ള, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സൺലൈറ്റ് ഡാൻസഡ് അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിലുടനീളം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഇറ്റ് കാസ്റ്റ് എ വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ് അല്ലേ. ഒരു വാം ഹ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറാണ്. അതായത് വാം മീൻസ് ഇളം ചൂടല്ല. അതായത് രാവിലെ ഇങ്ങനെ വെയിലൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടാമല്ലോ അല്ലേ. അതായത് പല വീടുകളുടെയും ടോപ്സിന്, റൂഫ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുങ്ങനെ ചൂടൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ് അല്ലേ. എയർ എന്തായിരുന്നു, ക്രിസ്പായിരുന്നു, എയർ ഡ്രൈ ആയിരുന്നു, ആൻഡ് റിഫ്രഷിംഗ് ആണ്. ദ സൺ ബീംസ്, ഇവിടെ സൺ ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേ ഓഫ് സൺലൈറ്റ്സ് ആണ് അല്ലേ, സൂര്യപ്രകാശമാണ്. പീപ്പിഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈ ലൈറ്റ് അല്ലേ. അതായത് ഈ റേ ഓഫ് സൺലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, റിക്കിയുടെ റൂമിലോട്ട് എന്ത് ചെയ്യുന്നു, എത്തുന്നു അല്ലേ. ത്രൂ ദ സ്കൈ ലൈറ്റ്, എന്തിലൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്കൈ ലൈറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. അതായത് ഒന്നുമില്ല, ഒരു പിന്നെ നമ്മൾ കഥ തുടങ്ങുകയാണ്, അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സണ്ണി മോർണിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, സൂര്യപ്രകാശങ്ങൾ വന്നു തുടങ്ങുകയാണ്. ഫൈനലി നമ്മുടെ ഈ സൂര്യപ്രകാശം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുട്ടിയുടെ റൂമിലോട്ടും എന്ത് ചെയ്യുന്നു, വരുന്നു. നമ്മുടെ കുട്ടിയുടെ പേരെന്താ, ഇവിടെ കുട്ടിയുടെ പേരെന്താ, റിക്കി എന്നാണ് നമ്മുടെ കുട്ടിയുടെ പേര് വരുന്നത് കേട്ടോ. ഓക്കെ, ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്, അവൻ എണീറ്റിട്ടില്ല, അവന് ഇപ്പോഴും ബെഡിൽ കിടക്കുകയാണ് അല്ലേ. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11 അല്ലേ. അവൻ 11 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവൻ രാവിലെ ആയിട്ടും വെയിൽ ഉദിച്ചിട്ടും അവൻ എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനൊരു മടിയൻ്റെ ടീമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉൾപ്പെടുത്താം. പഠിച്ചോളൂ, എന്താണ്, റിക്കി ഈസ് എ ലേസി ബോയ് അല്ലേ. റിക്കി ഈസ് എ ലേസി ബോയ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് റിക്കിയെ കുറിച്ച് പറയുന്നതെന്ന്.
റിക്കി ലിവഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. ഓക്കെ, റിക്കി താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഹൗസിലാണ് അല്ലേ. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു കോൺസെപ്റ്റാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കണോ മറ്റോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണോ ചിലപ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു പൂളപ്പൊരി കഴിക്കണം, ഒരു ലേസ് കഴിക്കണം. അപ്പോൾ അത് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അടിയിലെ കടയിൽ പോയി കണ്ട് മേടിച്ച് പിന്നെ കൊണ്ടുവന്ന് ഇതാക്കേണ്ടി വരും. എന്നാൽ റിക്കിൻ്റെ അത് അങ്ങനെ ആയിരുന്നില്ല. റിക്കിൻ്റെ ഫ്യൂച്ചറിസ്റ്റ് ഹൗസിൽ റിക്കിക്ക് എന്തൊക്കെയാണോ ആവശ്യം ഉണ്ടായിരുന്നത് അതെല്ലാം അവനവിടെ അവൻ്റെ പാരൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല. അപ്പോൾ എല്ലാം അവന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അവന് അവിടുന്ന് കിട്ടും. അതുകൊണ്ടാണ് ആ വീടിനെ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. ഓക്കെ, ബട്ട് ഹി വാസ് സ്ലോവ്ലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. ഓക്കെ, ഇവിടെ സ്ലോവൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് സ്ലോവൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് അൺടൈഡി അപ്പിയറൻസ്, ഡേർട്ടി, അതായത് അവന് കുറച്ച് അഗ്ലി ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള കുറച്ച് ശീലങ്ങളുണ്ടായിരുന്നു അല്ലേ. അതായത് അവൻ്റെ പല ഹാബിറ്റ്സുകളും അത്ര നന്നായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ആൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ എല്ലാ സാധനങ്ങളും ബിലോങ്ങിങ്സ്, അവൻ്റെ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ ബുക്സ് ആവാം, ബാഗ്സ് ആവാം അല്ലേ, കളിക്കുന്ന ടോയ്സ് ആവാം, അതെല്ലാം എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ത്രൂ വിതറിയിട്ടുണ്ടായിരുന്നു, എറിഞ്ഞ് ഇങ്ങനെ ഇട്ടുന്നാണ് എന്ത് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു അറേഞ്ച് ചെയ്ത് കണ്ട് ആരും വെക്കില്ല, നമ്മളെ റിക്കി വെക്കില്ല അല്ലേ. നമുക്കിവിടെ ഹിയർ വി ക്യാൻ സി എ പിക്ചർ. ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. എന്താണ് ഇത്? റിക്കിയുടെ മുറിയാണ് അല്ലേ. ബെഡൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ചാടി കിടക്കുന്നു. തലയിണൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഷെൽഫ്സിലൊക്കെ കണ്ടില്ലേ, ഡ്രസ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസോർഡർ ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചില്ല. ഇത് ഓപ്പണാണ്. ഡസ്റ്റ് അല്ലേ, ഡസ്റ്റ്ബിൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിലത്ത് പിന്നെ വീണ് കിടക്കുകയാണ്. നിലത്ത് ഫുട്ബോളുണ്ട്, കുറച്ച് പേപ്പർ നിക്നാക്സ് ഉണ്ട്, അതുപോലെ തന്നെ അവൻ്റെ ട്രൗസേഴ്സ്, ബുക്സ്, സ്കൂൾ ബാഗ്സ് അല്ലേ. ഈ ചെയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പ്രോപ്പറായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, അറേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ എന്താ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്, അവൻ എന്തൊക്കെയോ മൊബൈലിൽ എന്തൊക്കെയോ കളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്കിയുടെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് റിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേസി മാനാണ്. LAZY, ലേസി മാൻ അല്ല, ലേസി ബോയ്, LAZY ബോയ്. ഓക്കെ, ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ആൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അങ്ങനെ റിക്കി ഇങ്ങനെ ആകുമ്പോൾ അല്ലേ അവൻ്റെ അമ്മ കളക്ട് ചെയ്യുമായിരുന്നു അല്ലേ. ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ആൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ് അല്ലേ. ഈ കുട്ടി അവിടെ ഇവിടെ ഇങ്ങനെ വൃത്തിയേടാക്കി വെക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ ജോലി എന്താണെന്നാണ് പറഞ്ഞത്, അവന് എറിയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. അതായിരുന്നു അമ്മയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്. അവൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിലെ എന്തായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മാനേജർ ആയിരുന്നു അല്ലേ. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ തന്നെ അവരെന്തെങ്കിലും ജോലിക്കായിട്ട് പോകും. ഷീ ആൾവേസ് ഹാർഡ് വർക്ക് ഫോർ റിക്കി. ബാങ്കിലെ ജോലിൻ്റെ പുറമെ റിക്കിക്ക് വേണ്ടിയിട്ടും അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുട്ടി ഇതൊന്നും ചെയ്യില്ല. അവൻ്റെ ഡ്രസ്സ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക, അയൺ ചെയ്ത് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ബാഗും ഇതെല്ലാം ഒരുമിച്ച് വെക്കുക. അവൻ്റെ സ്റ്റഡി ടേബിളാണ് അല്ലേ, കണ്ടില്ല അതിൻ്റെയൊക്കെ കോലം, ബെഡൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറേഞ്ച് ചെയ്യുക, അതെല്ലാം അമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. മോനെ റിക്കി, നീ നിൻ്റെ സ്കൂൾ ബാഗ് നിൻ്റെ സ്റ്റഡി റൂമിൽ വെക്കൂട്ടോ അല്ലേ. അമ്മ പറയുന്നതാണ്. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. മോനെ അലക്കാനുള്ള തുണികളൊക്കെ നീ ആ വാഷിംഗ് മെഷീനിലൊന്നും ഇടും കേട്ടോ. അടുത്ത് റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. മോനെ നിൻ്റെ ടിഫിൻ ബോക്സ് നിനക്കൊന്ന് കഴുകിക്കൂടെ, ഒന്ന് കഴുകണം. റിക്കി അയൺ യുവർ ടീഷർട്ട് അല്ലേ, നിൻ്റെ ടീഷർട്ടും ട്രൗസേഴ്സൊക്കെ എന്താ ചെയ്താലാ, ഒന്ന് അയൺ ചെയ്താളെന്ന് പറയണം, ഇസ്തിരി ഇട്ടാളെന്ന് പറയണം, ആൻഡ് സോ ഓൺ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അമ്മ പറയും. ബട്ട് ഹി വാസ് ആൾവേസ് പ്ലേയിങ് അല്ലേ. പക്ഷേ ഈ നമ്മുടെ റിക്കി അതൊന്നും കേൾക്കില്ല. അവൻ എല്ലായ്പ്പോഴും എന്തായാലും പണി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ചെയ്തിട്ടുള്ളത് പണി. റിക്കി ഡിഡിൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്, but he was as excited as his parents when they bought the latest model of a butler robot അല്ലേ. റിക്കി ഡിഡിൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. അതായത് നമ്മുടെ വീട്ടിലോ ഒരു വീടിൻ്റെ ചുറ്റും റിക്കി ഒരു സഹായം ചെയ്യില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീടിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അച്ഛനും അമ്മയും കൂടി ഇരിക്കണം, എന്തെങ്കിലും വർക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ വിറക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തെങ്കിലും, ഇതൊന്നും ഈ കുട്ടി ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഒരു ലേസി ആയിട്ട് എപ്പോഴും കളിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇരിക്കുകയാണ്. അതൊരു ബാഡ് ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളിലൊക്കെ രക്ഷിതാക്കളെ സഹായിക്കുന്നതിലൊക്കെ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. വലിയ രീതിയിലുള്ള ജോലിയല്ല ഉദ്ദേശിച്ച് ചെറിയ രീതിയിൽ ചിലപ്പോൾ വല്ല വിറക് മുൻവശത്തു നിന്നാണ് പിൻവശത്തോട്ട് കൊണ്ടുപോയി ഇടാനൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അതായത് റിക്കി ആകെ എക്സൈറ്റഡ് ആയിട്ട് ആകാംക്ഷഭരിതനായിട്ടുണ്ട് ആസ് ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസിനെ പോലെ. വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട് അല്ലേ. പിന്നീട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലേറ്റസ്റ്റ് മോഡൽ ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവന്നപ്പോൾ, ഒരു റീചാർജബിൾ റോബോട്ടിനെ അവർ വീട്ടിലോട്ട് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സൈറ്റഡ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ് അല്ലേ. അത് എത്തിയതും അത് ഓരോ കാര്യത്തിനായിട്ട് പോയിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, കുക്കിങ്ങിന് അല്ലേ, ക്ലീനിങ് ആൻഡ് അയണിങ്. അതായത് ഈ ദിസ് റോബോട്ട് ക്യാൻ പെർഫോം എനി ഡ്യൂട്ടി ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ റോബോട്ട് ചെയ്തത് എന്താണ്, റിക്കിയുടെ ഡ്രസ്സുകൾ അല്ലേ, ക്ലോത്ത്സ് ഒക്കെ എവിടെ നിന്ന് പൊറുക്കിയെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിലത്ത് നിന്ന് എന്ത് ചെയ്യണം, പൊറുക്കിയെടുക്കുക അല്ലേ. ഈ ചിത്രത്തിൽ കണ്ടില്ലേ, റിക്കിയുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ ബട്ട്ലർ റോബോട്ട് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്ത്
ചെയ്ത് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെ, അവന് വളരെയധികം സന്തോഷമായി. ഓൺ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ്, അങ്ങനെ റോബോട്ട് വന്ന് ഒന്നാം ദിവസം അവൻ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബെഡ്റൂമിൻ്റെ അവസ്ഥ, ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്റ്റർ സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അല്ലേ, ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസാസ്റ്റർ സ്റ്റേറ്റിലായിരുന്നു. അതായത് വളരെ ഡിസാസ്റ്റർ മീൻസ് ദുരന്ത അവസ്ഥയിലായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആസ് യൂഷ്വൽ, പതിവ് പോലെ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, അങ്ങനെ അവൻ ഉറങ്ങി നീറ്റു. പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും എണീറ്റപ്പോൾ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി എന്ന് പറഞ്ഞാൽ ടൈഡി മീൻസ് നീറ്റ് ആൻഡ് ക്ലീൻ എന്നാണ് അർത്ഥം വരുന്നത്. എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു എന്നാണ് ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത്. റിക്കിക്ക് വളരെയധികം സന്തോഷമായി. അല്ലേ, കണ്ടില്ലേ നമ്മൾ ഈ ചിത്രം നോക്കി നിങ്ങൾ. ആദ്യം എങ്ങനെയായിരുന്നു ആ മുറി, ഇപ്പോൾ എങ്ങനെയാണ് റോബോട്ടോ വർക്കൊക്കെ ചെയ്തിട്ട് എല്ലാം സെറ്റായി കണ്ട് ചെയ്തിട്ടുണ്ടല്ലേ, ബെഡൊക്കെ പ്രോപ്പർലി അറേഞ്ച്ഡ്, പിന്നെ അവൻ്റെ അലമാരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിത്രമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അന്ന് സെറ്റാക്കി ഒട്ടിച്ച് കൊടുത്തു. ചെയറൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്തോ. അവൻ്റെ ബുക്സും ബാഗ്സൊക്കെ എന്താണ് സ്റ്റഡി ടേബിളിലാണ്. വാവ്, വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈമഡ്. അല്ലേ, ഓഫ് എന്തോ ഒരു ഭംഗിയാണ് അല്ലേ, എന്തൊരു നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, എന്തൊരു ഭംഗിയാണ് എൻ്റെ മുറിയെ കാണാൻ. അല്ലേ, അവൻ എന്ത് ചെയ്തപ്പെട്ടു, അവൻ ഇങ്ങനെ പറഞ്ഞു. അല്ലേ, എക്സ്ക്ലൈമഡ്, ആശ്ചര്യപ്പെട്ട് കാണാൻ നിൽക്കുകയാണ്. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്സ് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ മുറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ക്ലീനാണ്, പക്ഷേ അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഫേവറേറ്റ് ഫുട്ബോളോ അവൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ പോയി കാണുന്നില്ലല്ലോ, കാരണം ഇവനെല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും, വലിച്ചു വാരി നിലത്തങ്ങാണ് എന്ത് ചെയ്യും, ഇടും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിക്കി എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേസി ബോയിയാണ്. അമ്മ, വെർ ഈസ് മൈ ടീഷർട്ട്, അമ്മേ എൻ്റെ ടീഷർട്ട് എവിടെ, വെർ ഈസ് മൈ ബാൾ, എൻ്റെ ബാൾ എവിടെ. ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. പെസ്റ്റേർഡ് മീൻസ് അനോയിഡ്, ആസ്കിങ് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻ, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, അമ്മേ എൻ്റെ ഇതെവിടെ, ഷൂസ് എവിടെ, എൻ്റെ ടൈ എവിടെ, എൻ്റെ ഡ്രസ്സ് എവിടെ, എൻ്റെ അതെവിടെ, എൻ്റെ ഇതെവിടെ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ശല്യപ്പെടുത്തില്ല. അതിനോട് പറയുകയാണ്. അല്ല, അവൻ്റെ അമ്മയെ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ എന്തെയും ശല്യപ്പെടുത്തും. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൺ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അവൻ്റെ മുറിയിലും എല്ലായിടത്തും നോക്കി, പക്ഷേ അവൻ്റെ ടീഷർട്ട്സും ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. അല്ലേ, അങ്ങനെ അവൻ സ്വയം അവനോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വേർ കുഡ് ദേ ഹാവ് ഗോൺ, എവിടെയിട്ടാണ് അതൊക്കെ പോയത്, എനിക്കറിയില്ലല്ലോ, എൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇവിടെ എറിഞ്ഞു വെച്ചതേനല്ലോ, അല്ലേ, പിന്നെ വാരി വലിച്ചിട്ടതായിരുന്നല്ലോ. ഹൗ അവർ മച്ച് ഹി സെർച്ച് ഡ്യൂറിങ് ദ ഡേ, ആ ദിവസം മൊത്തം അവൻ എന്ത് ചെയ്തു, അത് തിരയനെയായിരുന്നു. അല്ലേ, ദോസ് 2 items ഡിഡ് നോട്ട് റീഅപ്പിയർ. അല്ലേ, ആ 2 items എന്ത് ചെയ്തിട്ടില്ല, അവന് കാണാനായിട്ട് കഴിഞ്ഞില്ല, അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൺ വിത്ത് അതർ തിങ്സ് ടു. അല്ലേ, ഇതേ കാര്യം പിറ്റേ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നു. അത് മറ്റൊരു ഇതുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അതായത് ഒരു ദിവസം ഷോർട്സും ഫുട്ബോൾസും ആണെങ്കിൽ മറ്റു ദിവസം എന്താ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്, വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ റിക്കിൻ്റെ റൂം ഇങ്ങനെ ആയിരിക്കും, എന്നാൽ അത് വൈകിട്ടാകുമ്പോഴത്തേക്കും റിക്കി എന്ത് ചെയ്യും, ഈ കോലത്തിലോട്ട് എന്ത് ചെയ്യും, ആക്കി മാറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അല്ലേ, അങ്ങനെ റിക്കി സസ്പീഷ്യസ് ഐ, റിക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സംശയത്തോടെ നമ്മുടെ തിളങ്ങി നിൽക്കുന്ന ഗ്ലീമിംഗ് ബട്ട്ലർ റീചാർജബിൾ റോബോട്ടിനെ നോക്കി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡ് വർക്ക്. അല്ലേ, എനിക്ക് തോന്നുന്നു ഇത് ഈ റോബോട്ടിൻ്റെ പണിയാണെന്ന് ഹീ തോട്ട്, അവൻ ചിന്തിച്ചു. കാരണം അവൻ്റെ തലേ ദിവസം അവൻ വൃത്തികേടായിട്ട് അവിടെ ഇവിടെ കുറേ സാധനങ്ങൾ ഇടുമ്പോൾ പിന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവനറിയാം ഞാൻ ആ സാധനം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവന് കീപ്പ് ചെയ്ത് വെക്കില്ല, പക്ഷേ അവനറിയാം. അല്ലേ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവനൊരു സംശയം, നമ്മൾ ഈ റോബോട്ട് തന്നെയാണോ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് ചെറിയൊരു ഡൗട്ട്സ് അവൻ എന്ത് ചെയ്യുന്നു വരുന്നു. ഓക്കെ, അങ്ങനെ ഹി ഹാച്ച്ഡ് എ പ്ലാൻ. സോ ഹി പ്രിപ്പേർഡ് ഓർ ഹി സെറ്റപ്പ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അല്ലേ, അതായത് റോബോട്ടിൻ്റെ പുറകിൽ ഒരു സ്പൈ ആയിട്ട് നിൽക്കാൻ അവൻ തീരുമാനിക്കും, ഒരു ചാരനായിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു. റോബോട്ട് എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു ഒക്കെ നോക്കാനായിട്ട് നിൽക്കുന്നു. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ വീടിന് ചുറ്റും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഫോളോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു. അല്ലേ, ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവസാനം അവനെ കയ്യോടെ കൂടി എന്ത് ചെയ്യുന്നു, പിടിക്കുന്നു. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. ഓക്കെ, അതായത് ആ സമയത്ത് നമ്മൾ റോബോട്ട് അവൻ്റെ എന്തൊക്കെ ക്ലോത്ത്സ് എന്ത് ചെയ്യാൻ എടുക്കായിരുന്നു എടുത്തുന്നു. അപ്പോഴാണ് പിടിച്ചത്. യെസ്, ഇവൻ ഈ ഡ്രസ്സ് പിടിക്കുന്നു. എന്നിട്ട് എന്താണ് റോബോട്ട് ഡ്രസ്സ് എടുക്കുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കുക. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ഒരു സൗണ്ട് ഉണ്ടാക്കാതെ നമ്മുടെ റിക്കി റോബോട്ടിനെ ഫോളോ ചെയ്യുന്നു. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അവൻ ആശ്ചര്യപ്പെട്ടു. കാരണം റോബോട്ട് എന്ത് ചെയ്യുന്നു, അവൻ്റെ ടീഷർട്ട് എന്ത് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു, മടക്കുന്നു, വളരെ നീറ്റായിട്ട് മടക്കുന്നു. ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. എന്നിട്ട് അത് എവിടെയാണ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്, ഒരു പൈൽ ഓഫ് ക്ലോത്ത്സ്, ഒരു കൂട്ടം ക്ലോത്ത്സ് ഉണ്ട്. അല്ലേ, അപ്പോൾ ആ ക്ലോത്ത്സിൽ അത് സ്റ്റോർ റൂമിൽ അവരിങ്ങനെ വെച്ചതാണ്, അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. അല്ലേ, അപ്പോൾ ഈ റോബോട്ട് എന്താ ചെയ്യുന്നത്, റോബോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ ക്ലീൻ ചെയ്യല്ലേ. അപ്പോൾ റോബോട്ട് കരുതിയിട്ടുണ്ടാവുന്നതായിരിക്കും, നിലത്തിട്ടതല്ലേ, അത് ആവശ്യം ഉണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്താൽ കരുതിയിട്ടുണ്ടാവുക. ഓക്കെ,
ഇനി അവനൊന്നും നോക്കിയില്ല. ഓഫ് ഹി വെൻ റണ്ണിങ് ടു ഹിസ് പാരൻസ്. അവൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ടും പോയി അല്ലേ. ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി അല്ലേ. അച്ഛാ പിന്നെ ഈ ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി അല്ലേ. അത് സാധാരണ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം 100% ഓക്കെ എന്ന് എല്ലാവരും പറയാം. ഈ റോബോട്ടിൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ അച്ഛാ. ഹി ഹാസ് ഫിൽച്ചഡ് മൈ തിങ്സ്. ഫിൽച്ചഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലി ടേക്ക് അതേഴ്സ് തിങ്സ് അല്ലേ. അതായത് അപഹരിക്കുക എന്നൊക്കെ പറയും. അവൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് എൻ്റെ അനുവാദമില്ലാതെ. ഐ തിങ്ക് ദേ പ്രോഗ്രാമഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു അവർ ഈ റോബോട്ടിന് കൊടുത്തിട്ടുള്ള പ്രോഗ്രാമിനനുസരിച്ചാണല്ലോ ഇത് വർക്ക് ചെയ്യുക അല്ലേ. അത് വളരെ ബാഡായിട്ടാണ് അവർ കൊടുത്തിട്ടുണ്ടാവുക. ലെറ്റ് us send him off. നമുക്ക് അവനെ ഇവിടുന്ന് പറഞ്ഞേക്കാം. ആബ്സല്യൂട്ട്ലി നോട്ട്. ഇല്ലടാ, തീർച്ചയായും ഞാനത് ചെയ്യില്ല. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ് അല്ലേ. കുട്ടി പറയുന്നത് കേട്ടിട്ട് അച്ഛനായിക്കോട്ടെ അവനെ നമുക്ക് പറഞ്ഞേക്കാന്ന് അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ്റെ ഫാദറിൻ്റെ തലയാട്ടി. ഇല്ല, പറ്റില്ല. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ് അല്ലേ. അച്ഛൻ റോബോട്ടിക്സിൽ എക്സ്പേർട്ട് ആയിരുന്നു. നമ്മുടെ റോബോട്ട്സിനെ ഉണ്ടാക്കുക, പ്രോഗ്രാം എടുക്കുക, അതിലൊക്കെ അല്ലേ. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അച്ഛന് വളരെയധികം ഹാപ്പി ആയിരുന്നു. അതായത് അച്ഛൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ന്യൂ റീചാർജബിൾ റോബോട്ട് കൊണ്ട് അല്ലേ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. വീട്ടിലുള്ള എല്ലാ ജോലികളൊക്കെ ചെയ്യുന്നു അല്ലേ. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. എന്താ ഈ ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് അല്ലേ. പക്ഷേ റിക്കി ഈ അച്ഛൻ്റെ, അതായത് വളരെ വാശിയോടെ സ്റ്റെബോണിൽ അച്ഛൻ്റെ എതിരെ എന്ത് ചെയ്യാൻ നിൽക്കുകയാണ് അല്ലേ. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. പിന്നെ ഒരു ചൂടായിട്ടുള്ള ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ ചിത്രം കാണാം അല്ലേ. അച്ഛനും അതുപോലെ തന്നെ റിക്കിയും തമ്മിലുള്ള വലിയ ഉച്ചത്തിലുള്ള ഒരു തർക്കം അവിടെ നടന്നു അല്ലേ. അതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ പറയാണ് എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ഒരു റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡിവൈസാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നീ നോക്ക് അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നീ നോക്ക്. റിക്കി ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനതൊന്നും ചിന്തിക്കുന്നില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവൻ നല്ലതിനേക്കാളേറെ ഹാമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. ഫാദർ യു ആർ റോങ്. അച്ഛൻ മോനെ നീ പറഞ്ഞ തെറ്റാണ്. റിക്കി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യർ റോബോട്ട് വർക്ക്സ്. നിനക്കറിയില്ല എങ്ങനെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത്, നിനക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കി ഐ ക്യാൻറ്റ് അഗ്രി വിത്ത് യു. എനിക്ക് അച്ഛൻ്റെ കൂടെ അഗ്രി ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റോബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലമാണ് വെച്ചാൽ അതിന് മര്യാദയ്ക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സീൻ തന്നെയാണ് എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കുട്ടി പറഞ്ഞത്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. ഓക്കെ, റിക്കി ആ റോബോട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദാറ്റ് ഔട്ട് വെയ്ഡ്, അത് കൂട്ടി വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹീ ഡിഡ് അല്ലേ. അതായത് റോബോട്ട് കുറേ നല്ലപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ദാറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹീ ഡിഡ് അല്ലേ. നമ്മൾ കുട്ടിയായിട്ടൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. നമ്മൾ പറയാം 100 കണക്കിന് ശരികൾ ചെയ്ത ഒരാളെടുത്ത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തെറ്റിനെ കുറിച്ച് പറഞ്ഞു കണ്ടേക്കും ആളുകൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക. അതേപോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അങ്ങനെ one day the robot who was whirring past heard the boys complaints. ഇവിടെ whirring എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോബോട്ട് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സൗണ്ടാണ്. ആ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സിനിമയിലൊക്കെ നമുക്ക് കേൾക്കാം ഒരു തരത്തിലുള്ള മൂളൊക്കെ ഉണ്ടാവില്ല റോബോട്ട്സിന് അല്ലേ. അപ്പോൾ അതിനിങ്ങനെ എന്ത് ചെയ്യാണ് അവന് കേട്ടു, നമ്മുടെ ബോയിൻ്റെ കംപ്ലയിൻറ്റ്സ് കേട്ടു. ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. അത് കേട്ടതും നമ്മുടെ റോബോട്ട് റിക്കിൻ്റെ അടുത്തോട്ട് വരികയാണ്. ഒരു പെയർ ഷൂസ് കൊണ്ടുവന്നിട്ടും കുറച്ച് ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഹിയർ സർ ദ സാറേ ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു അല്ലേ. സോറി, ഇത് നിങ്ങളെ ശല്യപ്പെടുത്തി എനിക്ക് അറിയുണ്ടായിരുന്നില്ല, വിഷമിപ്പിച്ചോ. സെറ്റ് ദ ബട്ട്ലർ ഇൻ എ മെറ്റാലിക് വോയിസ്. അതൊരു മെറ്റാലിക് വോയിസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റോബോട്ട്സൊക്കെ സംസാരിക്കുന്ന ഒരു സൗണ്ട്സ് ഉണ്ടല്ലോ, സാർ ഞാൻ ഇത് അറിഞ്ഞില്ല, ഇത് നിങ്ങളുടേതാണെന്ന്, ആ രീതിയിലൊക്കെ കേട്ടോ. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. എന്തുകൊണ്ട് നീ അതൊന്നും ചിന്തിച്ചില്ല? എടാ കള്ള, യു ഹാവ് ബീൻ നിക്ലിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ എൻ്റെ യു ഹാവ് ബീൻ സ്റ്റീലിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ എൻ്റെ സാധനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നീ എടുക്കലായിരുന്നടാ, പേരും കള്ള എന്ന് അവൻ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ റോബോട്ട് പറയാണ് ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റർഡ് ഓൺ ദ ഫ്ലോർ. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സാധനങ്ങൾ ലൈങ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ അല്ലേ. തറയിലാകെ വിതറി നിൽക്കുന്നത്, ചിതറി കിടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. അങ്ങനെ തറയിൽ ഇങ്ങനെ നമ്മൾ ഒഴിവാക്കിയിടുന്നത് വേസ്റ്റ് ആയിട്ടില്ല കരുത്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് ആവശ്യമുണ്ടാവില്ല എന്ന്. ഐ ആം പ്രോഗ്രാമഡ് ടു കളക്ട് ആൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രോഗ്രാം എന്നാണ് ആവശ്യമില്ലാത്തതെല്ലാം കളക്ട് ചെയ്യാമെന്നാണ് അല്ലേ. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം അല്ലേ. അപ്പോൾ രാത്രിയുള്ള ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഞാൻ വേറെ സ്ഥലത്തോട്ട് എന്ത് ചെയ്യും, ആ സാധനങ്ങൾ എന്ത് ചെയ്യും മാറ്റും. വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം, അവിടെ വെച്ചിട്ട് മറ്റു മനുഷ്യർക്ക് അത് ഉപയോഗിക്കില്ല. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ വീട്ടിലുള്ള പാഴ് വസ്തുക്കളൊക്കെ ഉണ്ടാവും, നമ്മൾ പഴയ ഷർട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ എടുത്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമല്ലോ അല്ലേ. ഞാൻ അവർക്കത് എന്ത് ചെയ്യുകയാണ് കൊടുക്കുകയാണ്, എന്ത് ചെയ്യുക ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെഷീനല്ലേ. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ് അല്ലേ, വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. നിങ്ങളത് മറന്നു പോയോ? നിങ്ങൾക്കത് അറിയില്ല. ഞാനൊരു വെറും മെഷീനല്ലേ പ്രോഗ്രാം ചെയ്ത്. ദ റോബോട്ട് സെറ്റ് വിത്ത് എ സർട്ടൻ പ്രൈഡ്, ഒരു അഭിമാനത്തോട് കൂടിയിട്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് എന്തെന്നില്ലാത്തൊരു
എന്ത് ചെയ്ത് ഒരു ഫീൽ സാഡ്. ഓക്കെ, ഒരുതായി എന്താ പറയുക, ഒരു മടി വന്നു. ഹി ഹാഡ് സ്പെൻഡ് ആൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വേർ യൂസ്ലെസ്, അല്ലേ? അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവന് എല്ലാ കാര്യങ്ങളും എന്ത് വസ്തു കിട്ടിയിട്ട് അവന് അതിനൊരു ഉപയോഗമില്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എല്ലാം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹീ കെയർഡ് ഫോർ നത്തിങ്, ഒന്നും അവന് ശരിക്കും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യെറ്റ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹൂ വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്, അല്ലേ? ഇവിടെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, വേറെയും ധാരാളം ആളുകളുണ്ട്. റിക്കിയുടെ ഈ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷവാന്മാരാകുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ നാട്ടിൽ നമ്മുടെ ലോകത്ത് പാവപ്പെട്ടവർ കുറേ ഉണ്ട്. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിലത്ത് ഇങ്ങനെ ഇട്ടൊക്കെയല്ലേ, വേണ്ടാത്ത രീതി, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അൺലൈക്ക് ഹിം, അവനെ പോലെയല്ല. ദേ വുഡ് ഹാവ് ടേക്കൻ ഗുഡ് കെയർ ഓഫ് ദം, അല്ലേ? അവർ നല്ല രീതിയിൽ അതൊക്കെ എന്ത് ചെയ്യും, കെയർ ചെയ്യുമായിരുന്നു, അല്ലേ? ഹീ റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നീദർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാമഡ്. അവൻ മനസ്സിലായി, റോബോട്ട് തകർന്നിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ മിസ് പ്രോഗ്രാം ഇട്ടൊന്നുമല്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. നല്ല രീതിയിലാണ് ആ റോബോട്ടിന് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അവൻ എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്നു. റിക്കിക്ക് അവൻ്റെ തെറ്റ് മനസ്സിലാവുന്നു. സിൻസ് ദം, അപ്പം മുതൽക്കേ റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. റിക്കി തീരുമാനിക്കുന്നു ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആയിട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് മാറാൻ അവൻ തീരുമാനിക്കുന്നു. ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്, അല്ലേ? ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് തിങ്സ്. അവന് മുമ്പൊക്കെ എങ്ങനെയാണോ കാര്യങ്ങൾ അവൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ശരിക്കും അവർ കെയർ കൊടുക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? ഹീ കെപ്റ്റ് ദം ടൈഡി, ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് മെയ്ഡ് ഷുവർ ഹീ ഡിഡിൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി, അല്ലേ? അവനെല്ലാം വൃത്തിയിൽ കൊണ്ടെടുക്കാൻ തുടങ്ങി. അവൻ ഉറപ്പിച്ചു എന്താണ്, വാട്ട് വാസ് നെസസറി, അവന് ആവശ്യമുള്ളതിനും അധികം അവനില്ല എന്നെന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ഉറപ്പിച്ചു. പണ്ടൊക്കെ അവന് ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് അല്ലേ, ചിലപ്പോൾ 2 ടീഷർട്ട് മേടിക്കേണ്ടിടത്തോളം ചിലപ്പോൾ 5 6 മേടിക്കുന്നുണ്ട്, അതൊക്കെ എപ്പോഴെങ്കിലും ഇടും, ഒഴിവാക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാക്കി. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്, അല്ലേ? റോബോട്ട്സിൻ്റെ ബുക്ക് എന്ന് ഈ പാടൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആരാന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ റോബോട്ടാണ്. അപ്പോൾ ആ പാടത്ത് നിന്ന് അവനൊരു എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ലീഫ് എടുക്കുന്നു, അല്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ റോബോട്ട്സിൻ്റെ നല്ല ബുക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇതെല്ലാം എടുക്കുന്നുണ്ട്. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, അല്ലേ? അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്, ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ, അല്ലേ? അവൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, മേടിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി. പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ടൊക്കെ തുടങ്ങി. അതുപോലെ സോഷ്യൽ സർവീസസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ചെയ്യാൻ തുടങ്ങി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മളായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ അടുക്കി വെക്കുക, നമ്മുടെ സാധനങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക, ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, അല്ലേ? അപ്പോൾ അത്തരം കുറച്ച് പാഠങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവർക്ക് സമൂഹത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം, പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. നാളെ നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് കുറച്ച് സന്ദേശങ്ങളാണ് നമ്മുടെ ഈ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ റിക്കിക്ക് മനസ്സിലാക്കി കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ബട്ട്ലർ റോബോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ബട്ട്ലർ റോബോട്ട് ഒരു വലിയൊരു പുസ്തകമാണ്. ആ വലിയൊരു പുസ്തകത്തിൻ്റെ ഒരു ചെറിയൊരു താള് നമ്മുടെ കുട്ടി എന്ത് ചെയ്യുന്നെടുക്കുന്നു, പിന്നെ അതിനനുസരിച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റുഡൻസ്, ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ അവർ അനദർ സെഷൻ. താങ്ക് യു.